അപ്പോൾ എല്ലാവർക്കും ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് പറയുന്ന വിഷയം സ്ത്രീകളുടെ ആർത്തവവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. പൊതുവെ നമുക്ക് ഫംഗ്ഷനൊക്കെ വരുമ്പോൾ, ആർത്തവം അടുക്കുമ്പോൾ സ്ത്രീകൾ ഫംഗ്ഷൻ്റെ ദിവസമാണെങ്കിൽ ആർത്തവം എടുക്കുമ്പോൾ ഹോർമോൺ ഗുളികകൾ കഴിക്കാറുണ്ട്. ഇത് ഹോർമോൺ ഗുളികകൾ കഴിക്കുന്നത് ആർത്തവം മാറ്റിവെക്കുന്ന കാര്യത്തിന് വേണ്ടിയാണ്. നമുക്ക് പല വീട്ടുകളിലെ അന്തരീക്ഷത്തിലും ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. ആർത്തവ സമയങ്ങളിൽ അല്ലെങ്കിൽ ആർത്തവ ദിവസങ്ങളിൽ വിശേഷങ്ങൾ, യാത്രകൾ, അതുപോലെ വിവാഹം, അതുപോലെ കുട്ടിക്ക് ചോറ് കൊടുക്കൽ, ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട പല ആൾക്കാരുടെയും പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്ക് ആർത്തവ ദിവസമായിരിക്കും. അപ്പം ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആർത്തവം ഭയപ്പെടേണ്ടത് കാര്യമല്ല. അതങ്ങനെയുള്ള ഒരു പ്രക്രിയയാണ്. അത് നടന്നുകൊണ്ടേയിരിക്കും. അത് സ്ത്രീകളിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യമാണ്. അതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. പക്ഷേ ആർത്തവ ക്രമീകരിക്കാനായി ഹോർമോൺ ഗുളികൾ കഴിക്കുന്നവർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആർത്തവം മാറ്റിവെക്കാനായിട്ട് ഗുളികൾ കഴിക്കുന്നവർ ധാരാളം. അത് കഴിക്കാത്തവർ വളരെ കുറവാണ്. പ്രായമായ സ്ത്രീകളായാലും അതല്ലെങ്കിൽ അല്ലാതെ ചെറുപ്പക്കാരൊക്കെ ആയാലും ആർത്തവ സമയങ്ങൾ ക്രമീകരിക്കാനായി അല്ലെങ്കിൽ മാറ്റിവെക്കാനായി ഗുളികൾ കഴിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇത് ഏറ്റവും വലിയ പ്രശ്നം. ഒന്നാമത്തെ കാര്യം മനം പുരട്ടൽ, ഛർദി, തലകറക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ VTE എന്ന് പറഞ്ഞിട്ടൊരു അസുഖമുണ്ട്. അത് ആർത്തവം ക്രമീകരിക്കാനായിട്ട് ഗുളികകൾ കഴിക്കുന്നവർക്കുണ്ടാകുന്ന ഒരു അസുഖമാണ്. അത് പിന്നീട് നമുക്ക് ദോഷമായിട്ട് വരും. അതുകൊണ്ടുണ്ടാവുന്നത് ഹൃദയസ്തംഭനം, അതുപോലെ രക്തസമ്മർദ്ദം, ഷുഗർ, ഇങ്ങനെ ഒട്ടനവധി രോഗങ്ങൾക്ക് സാധ്യത കൂടുതല്ല ഗുളികകൾ സ്ഥിരമായിട്ട് കഴിക്കുമ്പോൾ. ഇത് കേട്ടറിവുകൾ മാത്രം ഉണ്ട് കുറേ ആൾക്കാർ. അതുകൊണ്ട് തന്നെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി അതിൻ്റെ അപകടം അറിയാതെ ഗുളികകൾ കഴിക്കുന്നവർ ധാരാളമുണ്ട്. ആർത്തവ ദിവസങ്ങളൊന്ന് മാറ്റി വയ്ക്കാനായിട്ട് ഗുളികകൾ കഴിക്കുന്നത് ധാരാളമുണ്ട്. അപ്പോൾ അവർ ആദ്യകാലങ്ങളിലൊന്നും അതറിയുന്നില്ല. പിന്നീടുണ്ടാകുന്ന വിഷയം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ തന്നെ മനംപുരട്ടലും ഛർദിയും തലകറക്കവും ഒക്കെ ഉണ്ടാവും. അതോടൊപ്പം തന്നെ രക്തസമ്മർദ്ദം കൂട്ടാനും ഷുഗർ പോലുള്ള അസുഖങ്ങൾ വരാനും അതുപോലെ തലകറക്കവും അങ്ങനെ ഒട്ടനവധി ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത, സ്ട്രോക്ക്, കഫക്കെട്ട്, അതുപോലെ അതായത് ഹൃദയാഘാതം വരെ വരാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരം ഗുളികകൾ ധാരാളമായി കഴിക്കുന്നവർ. അപ്പം ഇതിനെക്കുറിച്ചുള്ള അറിവുകൾ ഇല്ലെങ്കിൽ നിങ്ങൾ തിരക്കിയിട്ട് മാത്രം, അതല്ലെങ്കിൽ ഒഴിവാക്കാൻ നമുക്കുള്ള ഫംഗ്ഷനുകൾ ചിലത് ഒഴിവാക്കേണ്ടി വന്നാൽ പോലും ആർത്തവ ദിവസങ്ങൾ കഴിയുന്നതും ക്രമമായിട്ട് തന്നെ അതിൻ്റേതായ സമയത്ത് തന്നെ കൊണ്ടുപോവുക. അതല്ലെങ്കിൽ നല്ല ഡോക്ടേഴ്സിൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരം മാത്രമേ ആർത്തവ ഗുളികകൾ കഴിക്കാവൂ. ആർത്തവ ക്രമീകരണത്തിന്, ആർത്തവം മാറ്റി വയ്ക്കാനായിട്ട് ഗുളിക കഴിക്കുന്നവരുടെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. കാരണം ഫംഗ്ഷനൊക്കെ പങ്കെടുക്കാനായിട്ട് ആർത്തവ ദിവസം ഒന്ന് മാറ്റി കിട്ടാനായിട്ടൊക്കെ ഗുളികൾ കഴിക്കുന്നവർ അറിയുന്നില്ല. അവർക്ക് ഒരുപാട് അസുഖങ്ങൾ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഗുളികൾ കുറയ്ക്കുക. അത്തരം ദിവസങ്ങൾ തന്നെ ആർത്തവം അതിൻ്റെ ക്രമത്തിൽ നടന്നുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ഇത് നിങ്ങൾ വീട്ടിലെ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം പുരുഷന്മാർക്ക് പറയാനും അല്ലെങ്കിൽ അറിവില്ലായ്മയൊക്കെ കൊണ്ടാവാം, പറയാൻ പറ്റത്തില്ല. സ്ത്രീകളുടെ ആഗ്രഹങ്ങൾ, അതായത് യാത്രകൾ, അതുപോലെ അമ്പലങ്ങൾ ഒക്കെ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആർത്തവ ഗുളികകൾ കഴിക്കുന്നത്, ഹോർമോൺ ഗുളികൾ കഴിക്കുന്നവർ അതിൻ്റെ അപകടം കൂടെ മനസ്സിലാക്കുക. ഒരു പരിധിവരെ ഒഴിവാക്കുക. യാത്രകളല്ല ഗുളികകൾ കഴിക്കുന്നത്. കാരണം അതല്ലെങ്കിൽ കഴിക്കുന്നത് ഒരു നല്ല ഡോക്ടറുടെ നിർദ്ദേശം പ്രകാരം മാത്രമേ കഴിക്കാവൂ. പക്ഷേ അതിൻ്റെ അപകടങ്ങൾ ഇതൊക്കെയാണ്. ഭാവിയിൽ അസുഖങ്ങൾ വരാനുള്ള സാധ്യത കൂടും. രക്തസമ്മർദ്ദം പോലെയും അതുപോലെ ഹൃദയാഘാതം ഒക്കെ പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളാണ് വരാനുള്ളത് ഗുളികകൾ കഴിച്ചാൽ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല അറിവാണ്. നിങ്ങൾ സ്ത്രീകൾ ഇത് കാണുക, ശ്രദ്ധിക്കുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും നന്ദി.